നിങ്ങൾ ഇതുവരെ ഒരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ? വേഗം പോയി ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു വീഡിയോ ഞാൻ ഇടുമെന്ന്. കാരണം ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ എന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് ക്ലേ പ്ലേന്റെ ബ്രൈറ്റ്നിങ് ഷീറ്റ് മാസ്ക് ആണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ എഫക്റ്റും ഫുൾ എസൻസും അതിൽ കിട്ടും. അത് നിങ്ങൾക്ക് ഫേസിൽ നന്നായിട്ട് കിട്ടും. ഇതിന്റെ ഫ്രേഗ്രൻറ്റ് വന്നിട്ട് അടിപൊളിയായിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ആൻഡ് ഇത് ഹാംഫുൾ അല്ല. ഇതിന്റെ പെർഫോമൻസും അത്ര ഹാംഫുൾ ഒന്നും അല്ല. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാനത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റോട് കൂടെയാണ് ഞാനെല്ലാം അപ്ലൈ ചെയ്തപ്പോൾ എനിക്കത് ചിരി വന്നു. കാരണം കോക്കാച്ചിൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ടായിരുന്നു. യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊരു 50 മിനിറ്റ്സ് മാത്രം ഫേസിൽ വെച്ചാൽ അത് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഓറഞ്ച് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ചൂട് ഫീൽ ചെയ്യും. ആ ഒരു വാരിയന്റ് ആയതുകൊണ്ട് 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തപ്പോൾ അതിൽ എക്സ്ട്രാ അധികം എസൻസ് വെളിയിൽ വന്നു. അപ്പം ഞാൻ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നെക്കിലും ഹാൻഡിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫേസിലൊക്കെ ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഇട്ട് ഉരയ്ക്കേണ്ട, പതുക്കെ ടൈം എടുത്ത് മസാജ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആവും. അബ്സോർബ് ആയതിനു ശേഷം ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവും. പിന്നെ ഈ വീഡിയോ തിരികെ കയറ്റാൻ കാരണം കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറയാണ് ഞാൻ പുട്ടിയടിച്ചാണ് പുറത്തു പോകണമെന്ന്. അപ്പോൾ അങ്ങനെയല്ല ഗൈസ്, ഈ ഒരു ക്രീം കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മുടെ നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഫേസ്, ബോഡി, ഹാൻഡ്സിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് വന്നിട്ട് പീച്ച് ഫ്ലേവർ ആണ്. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും, കണ്ണെഴുതി കൊടുക്കും, പൊട്ട് കുത്തി കൊടുക്കും, അങ്ങനെ. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ മറക്കാറില്ല. അതാണ് എൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണത്. പക്ഷെ ഇതിന്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയത് കാരണം എനിക്ക് പറയാൻ ഒരു നിവൃത്തിയുമില്ല. സോ യെസ്, അതിന്റെ കൂടെ കോമ്പിനേറ്റ് ചെയ്തിടുന്ന ലിപ്സ്റ്റിക് ആണ് ഇത്. റെഡ് ഫോറിന്റെ റെഡിൻ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 106 ആണ്. ആൻഡ് ഇതല്ല നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഷീറ്റ് മാസ്ക് ആണ്. നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.